Hi dear friends, welcome to yet another session of daily one word substitution. അപ്പോൾ daily one word substitutionൽ നമ്മൾ lengthy phrasesനെ റീപ്ലേസ് ചെയ്യണ one words ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഞാൻ അതേപോലെ ഒരു 5 one wordsമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വേർഡ്സ് ഏതൊക്കെയാണ്, അത് ഏത് lengthy phrasesനെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഫസ്റ്റ് വേർഡാണ് വാർഡ്രോബ്. വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലാർജ് tall cupboard where clothes are hanged or stored. അപ്പോൾ എന്താണ് വാർഡ്രോബ്? ഈസി ആയി പറഞ്ഞാൽ അലമാര അല്ലേ. യൂഷ്വലി നമ്മൾ അലമാരയ്ക്ക് അൽമിറ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവും, കുറേ പേർക്കെങ്കിലും പരിചയമായിരിക്കും. നമ്മൾ അലമാര എന്ന് പറയുന്ന വേർഡിന് യൂഷ്വലി നമ്മൾ അധികം നേരത്തെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു വേർഡാണ് അൽമിറ. ഇപ്പോൾ നമ്മളധികം അൽമിറ എന്നുള്ള വേർഡ് അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് വാർഡ്രോബ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ഡ്രസ്സ് എന്താ പറയുക, മടക്കി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കബോർഡിനാണ് നമ്മൾ എന്ത് പറയുക? വാർഡ്രോബ്, അലമാര. യെസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് വൺ ആണ് നമുക്ക് എന്ത് പറയാം, കാർട്ടോഗ്രാഫർ. കാർട്ടോഗ്രാഫർ എന്താണ് കാർട്ടോഗ്രാഫർ? One who draws or produces maps, globe, etc. അപ്പം മാപ്സ് വരയ്ക്കണ ആൾക്കാർ, അല്ലെങ്കിൽ ഗ്ലോബ് ഇല്ല, ഈ ഭൂഗോളം അത് ഉണ്ടാക്കുന്ന ആൾക്കാർ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? കാർട്ടോഗ്രാഫർ. അപ്പോൾ കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ മാപ്പ് വരയ്ക്കണ ആൾക്കാർ, അല്ലെങ്കിൽ മാപ്പ് പ്രൊഡ്യൂസ് ചെയ്യണ ആൾക്കാർ, അവരെയാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയാം. നെക്സ്റ്റ് വേർഡാണ് കാലിഗ്രാഫർ. കാലിഗ്രഫി ചിലപ്പോൾ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കാലിഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു നല്ല എന്താ പറയുക, ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം പേനയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒരു എന്താ പറയുക, നല്ല ഒരു ബ്യൂട്ടിഫുള്ളായ രീതിയിൽ നമ്മളൊരു ലാംഗ്വേജിനെ എഴുതുക. ഒരു ലാംഗ്വേജിനെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യണേനാണ് നമ്മൾ എന്ത് പറയുന്നത്, എഴുതണേനാണ് നമ്മൾ എന്ത് പറയണത്, നമ്മൾ കാലിഗ്രഫി എന്ന് പറയണം. അപ്പോൾ കാലിഗ്രഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹൂ writes ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്, അല്ലെങ്കിൽ ഒരാളുടെ ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് എന്ന് നമുക്ക് പറയാം. യെസ്, വൺ ഹു റൈറ്റ്സ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു പേന, ഒരു ബ്രഷോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പേനയൊക്കെ യൂസ് ചെയ്ത് ഒരു നല്ല ബ്യൂട്ടിഫുള്ളായ രീതിയിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല, ബ്യൂട്ടിഫുള്ളായ രീതിയിൽ നമ്മളൊരു ലാംഗ്വേജിനെ എഴുതണേനാണ് നമ്മൾ എഴുതണ ആൾക്കാണ് നമ്മൾ കാലിഗ്രഫർ എന്ന് പറയണേ. അങ്ങനെ ആ എഴുതണ ആ പരിപാടിക്കാണ് നമ്മൾ കാലിഗ്രഫി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് കാലിഗ്രഫി നിങ്ങൾ അടിച്ചു കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനൊക്കെ ഇപ്പോൾ എഗെയിൻ നല്ല ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലിൽ അവർ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാലിഗ്രഫി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഹാൻഡ് റൈറ്റിംഗ്, അല്ലെങ്കിൽ നല്ല ഒരു റൈറ്റിംഗ്, നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു റൈറ്റിങ്ങിനാണ് കാലിഗ്രഫി. അപ്പോൾ കാലിഗ്രഫർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായ ഒരു റൈറ്റർ, നല്ല രീതിയിൽ എഴുതണ ഒരാളെയാണ് നമ്മൾ കാലിഗ്രഫർ എന്ന് പറയുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡാണ് കാഫർ. One who is employed for driving a private car or hired car. അപ്പോൾ ഹയർ എന്ന് പറഞ്ഞാൽ എന്താണ്? HIR ഉണ്ട് ഒരു വേർഡ്, ഹയർ, HIRE. രണ്ട് വേർഡ് ഉണ്ട്, HIR, HIRE, HARE. അങ്ങനെ 3 വേർഡ്സ് ഉണ്ട്. HARE എന്താണ്? റാബിറ്റ് ആണ്. HARE എന്ന് പറഞ്ഞാൽ റാബിറ്റ് ആണ്, ഹെയർ.
ഹിയർ HEAR എന്നൊരു വേർഡ് ഉണ്ട്. ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കുക അല്ലേ? കേൾക്കുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ HEAR എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. HARE എന്താണ്? റാബിറ്റ് ആണ്. HARE ഹയർ എന്ന് വെച്ചാൽ എന്താണ്? വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ ഹയർ എംപ്ലോയീസ്, ആൾക്കാർ നമ്മൾ ജോലിക്ക് എടുക്കുക. ആ ഒരു മീനിങ്ങിലും നമ്മൾ ഹയർ യൂസ് ചെയ്യാറുണ്ട്. ദേ കണ്ടക്റ്റഡ് എ വെരി ഡിഫിക്കൽട്ട് ഇൻ്റർവ്യൂ. ദേ കണ്ടക്റ്റഡ് എ വെരി ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ദേ കണ്ടക്റ്റഡ് 4 sets ഓഫ് എക്സാംസ് ഫോർ ഹയറിങ് ജസ്റ്റ് 2 employees. 2 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ 2 പേരെ എന്താ പറയുക അപ്പോൾ എംപ്ലോയ് ചെയ്യാൻ വേണ്ടി 2 പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു 4 എക്സാംസ് അവർ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഹയറിൻ്റെ ഒരു മീനിങ് വാടകയ്ക്ക് എടുക്കുക എന്നാണ്. ഐ എം ഗോയിങ് ടു ഹയർ എ കാർ ഫോർ ദിസ് സമ്മർ വെക്കേഷൻ അല്ലെങ്കിൽ ഫോർ മൈ ജേണി. എൻ്റെ ജേണിക്ക് ഞാനൊരു കാറ് വാടകയ്ക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു സാധനം നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഹയർ യൂസ് ചെയ്യാം. ഐ എം ഗോയിങ് ടു ഹയർ എ ബൈക്ക് ഫോർ മൈ ന്യൂ ജോബ് ബിക്കോസ് ബൈക്ക് ഈസ് എ മസ്റ്റ് എന്ന് അപ്പോൾ അങ്ങനെ. അപ്പോൾ ഒരു സാധനം നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഏത് വേർഡ് യൂസ് ചെയ്യാം? ഹയർ യൂസ് ചെയ്യാം. പിന്നെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, ആൾക്കാരെ ജോലിക്ക് എടുക്കുന്ന അങ്ങനത്തെ മീനിങ്ങിലും HIRE ഹയർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ HEIR ഹയർ എന്താണ്? അത് വംശമാണ് അല്ലെങ്കിൽ അവകാശി. അടുത്ത അവകാശി ആരാണ് അല്ലേ? നമ്മൾ ആ പറയുന്ന അങ്ങനെ അവകാശി അല്ലെങ്കിൽ സന്തതി ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നത്? HEIR എന്നുള്ള ഹയർ യൂസ് ചെയ്യാം. യെസ്. അപ്പോൾ ഇവിടെ HIRE ആണ് നമ്മൾ വാടകയ്ക്ക് എടുത്ത ഒരു കാർ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കാറിൽ വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ എംപ്ലോയ് ചെയ്ത ആൾ. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡ്രൈവർ. അതിന് നമ്മൾ പറയുന്ന ഒരു വേർഡാണ് കാഫർ. യെസ്. ഇനി നെക്സ്റ്റ് വേർഡാണ് ക്യൂറേറ്റർ. One who is a custodian or keeper of a museum or such collections. അല്ലേ? അപ്പോൾ ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു ഇൻചാർജ് അല്ലെങ്കിൽ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഇത് നമ്മൾ ഈ വേർഡ് കേട്ടിട്ടുണ്ടാവും, കസ്റ്റഡി അല്ലേ? അവൻ എൻ്റെ കസ്റ്റഡിയിലാണ് അല്ലെങ്കിൽ അവൻ പോലീസിൻ്റെ കസ്റ്റഡിയിലാന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ പിടിയിലാണ്, പോലീസിൻ്റെ അടുത്താണ്. അപ്പം കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ആരുടെ കയ്യിലാണോ ആ സാധനം ആ ആളാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു പുരാതന ഒരു വസ്തു, പഴയ ഇപ്പോൾ പണ്ടത്തെ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കലായ എന്തെങ്കിലും ഒരു സാധനം ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സാധനത്തിൻ്റെ കസ്റ്റോഡിയനാണ്. ഇപ്പം നിലവിൽ ആ സാധനം ഹോൾഡ് ചെയ്യണത് ഞാനാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനെ ഒരു കീപ്പർ അല്ലെങ്കിൽ ഒരു കാര്യം അവരുടെ ഒരു കൺട്രോളിലാണ്, അവരുടെ ഒരു കസ്റ്റഡിയിലാണ്, അവരുടെ ഒരു മേൽനോട്ടത്തിലാണ്. സോ ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നത്? ക്യൂറേറ്റർ. അപ്പോൾ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു ഇൻചാർജ്, ഒരു കസ്റ്റോഡിയൻ, മ്യൂസിയം അല്ലെങ്കിൽ അതുപോലെയുള്ള അങ്ങനത്തെ കളക്ഷൻസിൻ്റെ ഒരു ഇൻചാർജ്, മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു മാനേജർ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യണത്? ക്യൂറേറ്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 5 1 വേർഡ്സ് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്ന് ക്യൂറേറ്റർ ആയിരുന്നു, അതായത് ഒരു മ്യൂസിയത്തിൻ്റെ ഒരു കീപ്പർ, ഒരു മേൽനോട്ടക്കാരൻ. യെസ്, അതാണ് ക്യൂറേറ്റർ. പിന്നെ നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ഹയർ ചെയ്ത വെഹിക്കിൾസിൻ്റെ ഒരു ഡ്രൈവറിന് നമ്മൾ എന്താ പറയുക? കാഫർ. സ്പെല്ലിങ് ശ്രദ്ധിച്ചോളൂ, CHAFFEUR ആണ്. ഇനി കാലിഗ്രാഫർ എന്ന് പറഞ്ഞാൽ നല്ല ഒരു എഴുത്ത് ശൈലിയുള്ള ഒരാൾ, അതാണ് കാലിഗ്രാഫർ. പിന്നെ കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലോബ്സ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ വരയ്ക്കണം, അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് പറയും. പിന്നെ ആദ്യം നോക്കിയ വേർഡായിരുന്നു വാർഡ്രോബ് അല്ലേ? ഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ഡ്രസ്സ് ഹാങ് ചെയ്ത് വെക്കാൻ നമ്മൾ യൂസ് ചെയ്യണ കബോർഡിനാണ് നമ്മൾ എന്ത് പറയുക? വാർഡ്രോബ് എന്ന് പറയാം. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത 1 വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ? യെസ്, മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്താ പറയുക, നെക്സ്റ്റ് 1 വേർഡ് സെഷനിൽ വേറെ കുറേ 1 വേർഡ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.